സ്വാഗതം. ഇന്ന് ഞായറാഴ്ച. കഴിഞ്ഞ ഏതാനും ഞായറാഴ്ചകളായി ഞായറാഴ്ച രാവിലെയുള്ള ധ്യാനം മുടങ്ങി കിടക്കുകയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അവയെല്ലാം വിശദീകരിച്ച് അതിനായി സമയം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ ഒരു കാരണം മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. എന്തുകൊണ്ടോ ആളുകൾക്ക് ഞായറാഴ്ച രാവിലെയുള്ള ധ്യാനത്തെ പറ്റി താല്പര്യം കുറഞ്ഞു വരുന്നതായി തോന്നി. അതുകൊണ്ട് അല്പം ഒരു ഇടവേള, ഇന്റർവെൽ ആയിക്കൊള്ളാം. ആളുകൾ അവരുടെ വീര്യം, സഹനശക്തി വീണ്ടെടുക്കട്ടെ എന്ന ഒരു ചെറിയ പരിഗണന അതിലുണ്ടായിരുന്നു. ആ അവസ്ഥ പ്രാപിച്ചു എന്ന വിശ്വാസത്തിൽ ഞാൻ വീണ്ടും ഞായറാഴ്ച തോറുമുള്ള സാലഡ് ഫോർ സൺഡേ എന്ന സീരീസ് പുനരാരംഭിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് കേന്ദ്രബിന്ദുവായി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അവഗണിക്കപ്പെടുന്ന ഒരു വശമാണ്. മുഴുവനും ആ ഭാഗത്തിൻ്റെ മുഴുവൻ ആശയങ്ങളും പരിഗണിക്കാൻ പോലെ ഒരു പുസ്തകം എഴുതേണ്ടി വരും എന്ന് നിങ്ങൾക്കറിയാം. ഒരേ ഒരു ആസ്പെക്റ്റ് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ ഈ തരുണത്തിൽ എൻ്റെ അവസ്ഥ സൂചിപ്പിക്കാൻ ധൈര്യം കാണിക്കുകയാണ്. നിങ്ങൾ അത് അതിലെ സതുദ്ദേശം മനസ്സിലാക്കും എന്നത് എനിക്ക് പ്രത്യാശയാണ്. എനിക്ക് ഏതാണ്ട് 12 വയസ്സായപ്പോൾ തൊട്ട് ഈ പ്രഭാഷണം മനഃപ്പാഠം അറിയാമായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയാൻ പറ്റാത്ത കാലത്ത് എൻ്റെ ബഹുമാനപ്പെട്ട അമ്മ എനിക്ക് നൽകിയ ഇംഗ്ലീഷ് ബൈബിൾ, അതിനോടുള്ള ബഹുമാനം കൊണ്ട് സെർമൺ ഓൺ ദ മൗണ്ട് ഞാൻ വായിച്ച് കാണാപ്പാഠം പഠിച്ചു തുടങ്ങി. ആദ്യമൊക്കെ വളരെ വളരെ ക്ലേശിച്ചായിരുന്നു. വലിയ ഒരു ശ്രമം അതിൽ നിക്ഷേപിക്കേണ്ടി വന്നു. എങ്കിലും കാലക്രമേണ അതിൽ വിജയിച്ചു. എന്നാൽ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, അതിനുശേഷം ഒരു 10-30 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് ഗിരിപ്രഭാഷണം, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ പച്ചവെള്ളം പോലെ മനഃപ്പാഠമാക്കി ഏതാണ്ട് 30 വർഷത്തിന് ശേഷം ഞെട്ടലോടെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, എനിക്കിത് മനഃപ്പാഠമാണ് എങ്കിലും ഇതിൻ്റെ അർത്ഥവും ഞാനുമായി വലിയ ബന്ധമൊന്നുമില്ല. ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏവരുമായി എനിക്ക് പങ്കിടാനുള്ള ഒരു ചെറിയ ചിന്ത. നാം വേദപുസ്തകം വായിക്കുന്നു, അതിലെ പല ഭാഗങ്ങളും മനഃപ്പാഠമാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥമറിയാം എന്ന് നിഗമിക്കാൻ യാതൊരു ന്യായവുമില്ല, അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് അറിയുന്നതിൻ്റെ അർത്ഥം അന്വേഷിക്കുക വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ട ഒരു ലക്ഷ്യമായിരിക്കണം എന്ന് സവിനയം ഞാൻ ഏവരെയും അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തട്ടിയ ശേഷം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ ലളിതമായ ഒരു വ്യത്യാസം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അതെന്താണ്? 2 തരത്തിലുള്ള അറിവുകളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 3 അധ്യായങ്ങൾ മനഃപ്പാഠം പഠിച്ചത് കൊണ്ട് അതിൻ്റെ ആക്ഷരികമായ കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ് എന്നെനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ആ 3 അധ്യായങ്ങൾ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതിമനോഹരമായ
അറിവുകളുടെയും വെളിപ്പെടുത്തലുകളുടെയും യഥാർത്ഥ ഗുണഫലം എൻ്റെ ജീവിതത്തിൽ പ്രാപിപ്പാൻ, അനുഭവിപ്പാൻ എനിക്കിടയായില്ല എന്നതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധം എന്നിൽ ഉദിച്ച നിമിഷം മുതൽ ഞാൻ അന്വേഷിച്ചു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ 2 തരത്തിലുള്ള അറിവുകൾ. ഒന്ന് അക്കാഡമിക് ആൻഡ് തിയോററ്റിക്കൽ. ഞാൻ അക്കാഡമിക്സ്, അതായത് ആശയങ്ങൾ അധികം നിവസിക്കുന്ന ഒരു മേഖലയിലാണ് ജോലി ചെയ്തത്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. എന്നാൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ ദാരിദ്ര്യമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറി. അത് ഞാൻ കൂടുതലായി ഇപ്പോൾ പരാമർശിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് ഈ അക്കാദമികമായ എന്നാണ് മലയാളത്തിൽ പറയുന്നത്, അക്കാദമികമായ അറിവ്. ചില കാര്യങ്ങൾ അറിയാം, പക്ഷെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള യാതൊരു ആവശ്യവുമില്ല, കടമയുമില്ല. 2+2 = 4. ആ വിധത്തിൽ അങ്ങ് പോയാൽ മതി. A+, നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന പോലെ A+B² = പിന്നെ ബാക്കി അദ്ദേഹത്തിൻ്റെ ആൾജിബ്ര എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അക്കാദമികമായ അറിവ്, അതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബഹുഭൂരിപക്ഷം ആളുകളും അതനുസരിച്ച് പ്രവർത്തിക്കാറില്ല. അപ്പോൾ അറിവും പ്രവൃത്തിയും തമ്മിൽ ഒരു വലിയ വിള്ളലുണ്ടാകുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. രണ്ടാമത്തേത് അനുഭവത്തിൽ കൂടെയുള്ള അറിവ്, എക്സ്പീരിയൻഷ്യൽ നോളജ്, അല്ലെങ്കിൽ ഇൻകാർണേഷണൽ നോളജ് എന്നും പറയാം. ഞാൻ ഇൻകാർണേഷണൽ നോളജ് എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, വചനം സാർവലൗകികമായി മനുഷ്യ ജാതിയുടെ അനുഭവത്തിൻ്റെ അന്തസത്തയായി പരിണമിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഈ വാക്യത്തെ പറ്റി ഞാൻ 3 വീഡിയോ കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത് ഏവരുമായി പങ്കിട്ടിട്ടുണ്ട്. അതിൻ്റെ ആശയങ്ങൾ ഇവിടെ ആവർത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് താല്പര്യപ്പെടുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് 1989 സംഭവിച്ചു. 89-90 ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. അന്ന് ഭാരതത്തിൻ്റെ വലിയ പ്രശ്നമായിരുന്ന HIV AIDS എന്ന മഹാമാരി. ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി അതിൻ്റെ തിയോളജിക്കൽ കൺസൾട്ടൻ്റായി പ്രവർത്തിക്കാൻ എന്നെ ക്ഷണിച്ചു. എനിക്കതിനെപ്പറ്റി ഒരു അറിവുമില്ലായിരുന്നിട്ടും ഞാൻ അത് സ്വീകരിക്കുകയും പിന്നെ അടുത്ത 6-7 വർഷങ്ങളിൽ ആ മേഖലയിൽ കഠിനമായി ജോലി ചെയ്യുകയും പല സാഹചര്യങ്ങളിലും അപകടം വരാവുന്ന സാഹചര്യങ്ങളിൽ പോലും സധൈര്യം പ്രവർത്തിക്കുവാൻ ഇടയായി. തൽഫലമായ 2 പുസ്തകങ്ങൾ അതിനെപ്പറ്റി എഴുതി, ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കി. അങ്ങനെ വളരെ, അപ്പോൾ ആ ഒരു അനുഭവത്തിൽ കൂടെ അതെൻ്റെ ജീവിതത്തിലെ വലിയ അർത്ഥവത്തായ ഒരു ടേണിംഗ് പോയിന്റ് ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആ അവസ്ഥയിലായിരിക്കുന്ന ആളുകളോട് താതാത്മ്യം പ്രാപിച്ച് അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ വേദപുസ്തകത്തെ സമീപിച്ചപ്പോൾ ഇതുവരെ കണ്ട അക്ഷരങ്ങൾ പോലുമല്ല എന്നെനിക്ക് തോന്നി. വചനത്തിൻ്റെ ആഴങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എനിക്ക് എൻ്റെ മുൻപിൽ ചുരുളഴിയപ്പെട്ടു എന്ന് സത്യമാണ്. അതിനുശേഷം നാളുകൾ കഴിഞ്ഞു. 2003 എൻ്റെ മനസ്സിൽ വളരെ വ്യക്തമായും ശക്തമായും രൂപം കൊണ്ട ഒരു ധാരണയാണ്, ഈ അക്കാദമികമായ മേഖലയിൽ തങ്ങി നിന്നാൽ എൻ്റെ ഉള്ളിലെ മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിച്ചു പോകും. തൽഫലമായി ഞാൻ 52-ാമത്തെ വയസ്സിൽ 13 വർഷത്തെ സർവീസ് ബാക്കി നിൽക്കെ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് രാജിവെച്ച് വെളിയിൽ പോയതാണ്. അതിനുശേഷം ഞാനൊരു ഫുൾ ടൈം സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടാണ് ജീവിച്ചത്. അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മെനക്കെടുത്തത്. ഞാൻ പറഞ്ഞത്
അറിയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ കൂടെ കൊണ്ടുവരുമ്പോൾ മാത്രമേ അത് അറിവിൽ നിന്ന് പരിജ്ഞാനം എന്ന ഒരു തട്ടത്തിലേക്ക് വളരുകയുള്ളൂ. അത് മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിന് ഊർജവും വെളിച്ചവും നൽകുകയുള്ളൂ എന്നത് അനുഭവത്തിൽ കൂടെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യമാണ്. അത് തന്നെയാണ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഊന്നിപ്പറയുന്നത് എന്ന് പറയുമ്പോൾ അത് ഏകദേശം വ്യക്തമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രസ്താവന ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഏവർക്കും മനഃപ്പാഠം അറിയാവുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ വ്യക്തമായി ഒരുമിച്ച് ചിന്തിക്കുവാൻ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സംരംഭത്തിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. യേശു പറയുന്നത് എന്താണ്? ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്നവൻ മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ. അപ്പം 2 കാര്യമാണ്: കേൾക്കുക, ഹിയർ; 2 പ്രവർത്തിക്കുക, ചെയ്യുക, ഡു. 2 വാക്കുകൾ: ഹിയർ, ഡു. അപ്പോൾ യേശു പറയുന്നു, മതമേഖലയിലുള്ള എക്കാലത്തും എല്ലാ മതങ്ങളിലും സംഘടിതമായ മതങ്ങളിൽ സ്ഥിതി ചെയ്തിരുന്ന, ഇനി എക്കാലത്ത് സ്ഥിതി ചെയ്യാൻ പോകുന്ന ഒരു വലിയ വൈകല്യമാണ് കേൾക്കുന്നതും അല്ലെങ്കിൽ അറിയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള പൊരുത്തക്കേട്. നമ്മുടെ പ്രവൃത്തി നമ്മുടെ അറിവിനെ മാനിക്കുന്നതല്ല. അറിയുന്നത് ഒരു തട്ടത്തിൽ, പ്രവൃത്തി മറ്റൊരു തട്ടത്തിൽ. ഇതാണ് സാർവലൗകികമായ മനുഷ്യൻ്റെ ആത്മീയമായ ബലഹീനതയുടെയും അവൻ്റെ മതജീവിതത്തിൻ്റെ ഫലരാഹിത്യത്തിൻ്റെയും മുഖ്യ കാരണം എന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കുന്നു. കേട്ട് നമ്മുടെ ചെവികൾ തഴമ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ സുറിയാനി ക്രിസ്ത്യാനിയുടെ കാത് രണ്ടും തഴമ്പിച്ചിരിക്കുകയാണ്. കാരണം കേട്ട്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നാം കേൾക്കുന്നത് ഒരിക്കലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകുകയില്ല. അതുകൊണ്ടാണ് നാം പറയുന്നത്, ഒരു ചെവിയിൽ കൂടെ കയറി മറ്റേ ചെവിയിൽ കൂടെ വെളിയിലോട്ട് പോയി. ഇപ്പോൾ മനുഷ്യൻ ആഹാരം കഴിക്കുന്നത് പോലെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ബോധ്യമല്ലാത്ത ഒരു സത്യം, ഒരു ഫാക്ട് പറയട്ടെ. മനുഷ്യൻ്റെ വയറ് അവൻ്റെ ബാഹ്യലോകത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ വയറെന്ന് പറയുന്നൊരു മിഥ്യയാണ്. വായിൽ കൂടെ പോകുന്നു, ഉള്ളിൽ കിടക്കുന്നു, അത് കാഷ്ടമായി വെളിയിൽ പോകുന്നു. ഈ വയറ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വാസ്തവത്തിൽ വേറിട്ട് നിൽക്കുന്നതാണ്. അത് ബാഹ്യലോകവുമായിട്ടാണ് ബന്ധം. അപ്പോൾ നമ്മുടെ അറിവ് എന്ന് പറയുന്നത് നാം ആഹാരം കഴിക്കുന്നത് പോലെ ഉള്ളിൽ കൂടെ കടന്ന് വെളിയിൽ പോയി, ഒരു ചെവിയിൽ കൂടെ കയറി മറ്റൊരു ചെവിയിൽ കൂടെ പോയി, വായിൽ കൂടെ പോയി വായിൽ കൂടെ കയറി മറ്റൊരിടത്തൂടെ പോയി. ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ, പക്ഷെ നാം ആഹാരം കഴിക്കുമ്പോൾ വായിൽ കൂടെ അകത്ത് കടന്ന് അത് ദഹിച്ച് അതിൻ്റെ പോഷണം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഞാൻ ഒത്തിരി നാളുകൾക്ക് മുൻപ് ഒരു അമേരിക്കൻ മാഗസീനിൽ ഒരു സംഭവം വായിച്ചു. ഒരു അമേരിക്കൻ സ്ത്രീ, അവർ നല്ല പണക്കാരിയാണ്, കഴിക്കാൻ ഇഷ്ടം പോലെ ആഹാരമൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ശരീരം ശോഷിച്ച് അവർ മരിക്കാറായി. 30 കിലോ വെയിറ്റ് വരെയായി. മറ്റൊരു പ്രശ്നവുമില്ല. അവസാനം ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്ത് വന്നപ്പോൾ കണ്ടുപിടിച്ചത് അവരുടെ ആമാശയത്തിലുള്ള കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ രക്തക്കുഴലുകൾ, കാപ്പിലറീസ്, അതെല്ലാം അടഞ്ഞുപോയി. തൽഫലമായി ആഹാരം കഴിക്കുന്നുണ്ട്, മുറയ്ക്ക് കഴിക്കുന്നുണ്ട്, നല്ല ആഹാരം കഴിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പോഷണം ശരീരത്തിലെങ്ങും എത്തുന്നില്ല. നാം വചനം ഭക്ഷിക്കുന്നത് ഇപ്രകാരമാണ്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന്
പ്രശ്നത്തിന് അത് അർഹിക്കുന്ന പ്രാധാന്യം നാം കൽപ്പിക്കണമെന്ന് ഏവരോടും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന താത്വികമായ അറിവുകൾ അത് നമ്മുടെ അറിവുകളല്ല, ആരോ കണ്ടുപിടിക്കും. ഉദാഹരണമായിട്ട് നിങ്ങളൊരു കൺവെൻഷനിൽ പോയിരിക്കുന്നു. ഞാൻ ഒത്തിരി കൺവെൻഷൻ പ്രസംഗിച്ച ആളാണ്. ഞാനൊരു കൺവെൻഷൻ അധിക പ്രസംഗിയായിരുന്നു, എത്രയോ കൺവെൻഷനുകൾ. അപ്പോൾ ഞാനവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളെ കാണുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ള ചിന്തകളാണ് ഇത്. അവിടെ ഇരിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നത് കേട്ടങ്ങനെ ഇരിക്കും. അതെങ്ങനെയാണ് അവരുടെ അറിവായിത്തീരുന്നത്? ഒരിക്കലും അവരുടെ അറിവല്ല, അതെൻ്റെ അറിവാണ്. അതെൻ്റെ അറിവാണെന്നും കൂടെ പറയാനൊക്കത്തില്ല. കാരണം ഞാൻ അനേക പുസ്തകങ്ങളൊക്കെ വായിച്ച് പിന്നെ മറ്റുള്ളവരുന്നത് കേട്ടത് ഇങ്ങനെ എല്ലാം കൊണ്ടൊന്ന് അവിയൽ പോലെ അങ്ങ് വിളമ്പി കൊടുക്കുന്നു എന്നതേ ഉള്ളൂ. അപ്പം അതെൻ്റെ അറിവ് പോലും അല്ല. അപ്പം എൻ്റെ അല്ലാത്ത അറിവ് ഞാൻ അവർക്ക് വിളമ്പി കൊടുക്കുകയും അവരത് കേട്ട് മാത്രം ഇരുന്ന് അവരുടെ അറിവാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവരുടെ അറിവ് അല്ലാത്ത ഒരു കാര്യം അത് കൺവെൻഷൻ്റെ ആ ദിവസം കഴിയുമ്പോൾ പുക പോലെ ഇല്ലാതായിത്തീരും. അതുകൊണ്ടാണ് എത്ര 1000 കൺവെൻഷൻ നടത്തിയാലും യാതൊരു വ്യത്യാസവും വരാത്തത് എന്ന് ദയവായി തിരിച്ചറിയുക. ഇതിൻ്റെ എല്ലാ മൂല കാരണം കർത്താവായ യേശുക്രിസ്തു മനസ്സിലാക്കിയിട്ടാണ് പർവ്വതപ്രസംഗത്തിൻ്റെ അവസാന ഭാഗം ഈ ഒരു വലിയ ആശയം അവതരിപ്പിക്കുക. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് നമ്മുടെ പരിജ്ഞാനമാകണം. അറിവ് നമ്മുടേതല്ല, പരിജ്ഞാനം നമ്മുടേത് മാത്രമാണ്. കാരണം അറിവിനെ പരിജ്ഞാനമാക്കി മാറ്റുന്നത് നമ്മളാണ്. അതെങ്ങനെയാണ്? പ്രവൃത്തിയിൽ കൂടെ. പക്ഷെ പ്രവൃത്തിയിൽ കൂടെ അറിവ് പരിജ്ഞാനമായി മാറണമെങ്കിൽ ഒരു പ്രത്യേകമായ ശക്തി ആവശ്യമാണ്. എൻ്റെ പേരാണ് വിശ്വാസം, ഫെയ്ത്ത്. എന്തുകൊണ്ടാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നാം പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് വിശ്വാസമില്ല എന്നത് തന്നെയാണ്. ഇപ്പോൾ യേശു പറയുന്നു, നിന്റെ ശത്രുവിനെ സ്നേഹിക്കും. നമ്മൾ ചെയ്യാത്തതിൻ്റെ കാര്യം നമുക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട്. അങ്ങനെ സാധ്യമല്ല എന്ന് നാം മുന്നമേ ഒരു മുൻവിധി അങ്ങ് വിധിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ദിശയിലേക്ക് നാം നമ്മുടെ ചിന്തയെ പോലും അഴിച്ചുവിടാറില്ല. പ്രവൃത്തി പോട്ടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയുന്ന ആത്മീയ കാര്യത്തിൽ അറിവനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. പക്ഷെ നാം വിശ്വാസത്തെ അങ്ങനെയല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു വലിയ സമസ്യയാണ്, ഒരു ജടിലമായ പ്രശ്നമാണ്. ഞാൻ കൂടുതലായി അതിനെപ്പറ്റി ഇപ്പോൾ പ്രതിപാദിക്കുന്നത്. അങ്ങനെ കേട്ടുകേൾവിയിൽ കൂടെ നാം പ്രാപിക്കുന്ന അറിവ് നമ്മിൽ വിശ്വാസമുള്ളത് കൊണ്ട് നാം അതിനെ ആധാരമാക്കി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ കൂടെ അറിവ് നമ്മുടെ പരിജ്ഞാനം, മറ്റാരുടെയോ അറിവ് നമ്മുടെ പരിജ്ഞാനമായി രൂപാന്തരപ്പെടും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നാം ആഹാരം കഴിക്കുമ്പോൾ മറ്റാരോ കൊയ്ത് വിതച്ച് കൃഷി ചെയ്ത് കൊയ്ത് അരിയൊക്കെ ആക്കി പാക്കേജ് ചെയ്ത് സൂപ്പർ ബസാറിൽ കൊണ്ടുവരുന്ന കാര്യം നാം വാങ്ങിച്ചിട്ട് അത് നമ്മൾ ഈ വചനം കേൾക്കുന്നതിന് തുല്യമാണ്. അത് വീട്ടിൽ കൊണ്ടുവന്ന് പാചകം ചെയ്തു കഴിക്കുന്നു. കഴിക്കുന്നതിൽ കൂടെയാണ് അങ്ങ് ദൂരെ എവിടെയോ ഉള്ള ഉണ്ടായ നെല്ലിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ കയറും. കഴിക്കാതെ ഈ അരി വാങ്ങിച്ചുകൊണ്ട് വന്ന് സ്റ്റോറിൽ എവിടെയെങ്കിലും വെച്ചാൽ അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കേൾക്കുന്ന വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അറിവ് ഒരിക്കലും നമ്മുടെ പരിജ്ഞാനമായി രൂപാന്തരപ്പെടുകയില്ല. ഈ പരിജ്ഞാനം മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അംശമായി തീരുകയുള്ളൂ. അപ്പോൾ വചനത്തിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ വ്യക്തിത്വത്തെ പരിപോഷിപ്പിക്കുക എന്നത് ആത്മീയതയുടെ ഒരു ബാലപാഠം തന്നെയാണ്. എങ്കിലും അതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും നമ്മുടെ ഇടയിലില്ല. കാരണം വചനത്തെ മാന്ത്രികമായ ഏതോ പ്രതിഭാസമായിട്ടാണ് ബഹുഭൂരിപക്ഷമാകും മനസ്സിലാക്കുക. അപ്പോൾ ഈ ആശയം ആണ് എന്ന് ഞാൻ ഞാൻ കരുതുകയാണ്. ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതലായി നിങ്ങളുടേതായ വിധത്തിൽ ചിന്തിക്കണം. അപ്പോൾ അറിവ് മാത്രം പോരാ, കേട്ടാൽ മാത്രം പോരാ. യേശു വ്യക്തമായി പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കണം. പക്ഷെ അതനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ വിശ്വാസം വേണം.
അറിവും പ്രവൃത്തിയും തമ്മിലുള്ള പാലമാണ് വിശ്വാസം. അങ്ങനെ വിശ്വാസത്തിൻ്റെ ആ അടിത്തറയിൽ അല്ലെങ്കിൽ അതിൻ്റെ സഹായത്തോടെ, അതിൻ്റെ പിൻബലത്തിൽ നാം അറിയുന്നതിനെ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അറിവ് നമ്മുടെ അനുഭവമായി തീരും. നോളജ് ബിക്കംസ് എക്സ്പീരിയൻസ്. അനുഭവമായി തീരും. ഈ അനുഭവമാണ്, അല്ലെങ്കിൽ ഈ അനുഭവത്തിൽ കൂടെയാണ് അറിവ് പരിജ്ഞാനമായി രൂപാന്തരപ്പെടുന്നത്. അനുഭവത്തിൽ കൂടെയാണ് അറിവ് ജ്ഞാനം അല്ലെങ്കിൽ പരിജ്ഞാനമായി രൂപാന്തരപ്പെടുന്നത്. ഇറ്റ് ഈസ് ത്രൂ എക്സ്പീരിയൻസ് that knowledge gets transformed into wisdom. ഇത് വളരെ കൃത്യമായി, അത് ഞാൻ ആവർത്തിച്ച് ഇത് പറയുന്നതിനെ പറ്റി വ്യക്തതയുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങൾ സഹിഷ്ണുതയോടെ ഇത് മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളുവാൻ ശ്രമിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പരിജ്ഞാനം മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകുകയുള്ളൂ. അറിവ് ഒരിക്കലും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകും. പെട്ടെന്ന് അതറിയാനായിട്ട് ഒരു പ്രയാസവുമല്ല. നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഘോരഘോരമായി നടന്ന പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ആശയം ഒന്ന് ഓർത്തെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി. അപ്പോൾ മനസ്സിലാകും എന്ത് പറ്റിയെന്നത്. പോഹയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് വളരെ വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വലിയ സമസ്യയാണ്, പ്രശ്നമാണ്. ഇനി അനുഭവം, അറിവിൽ നിന്ന് അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ വിശ്വാസം വേണമെന്ന് നാം കണ്ടു കഴിയും. ആ അനുഭവത്തിൽ കൂടെ അറിവ് ജ്ഞാനമായി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അഭേദ്യ ഘടകമായി മാറുന്നു. അതുമാത്രമേ, ഇനി അടുത്ത ചിന്ത, അത് മാത്രമേ നമ്മുടെ ശക്തിയായി തീരുകയുള്ളൂ. നോളജ് ഈസ് പവർ എന്നൊക്കെ പറയുന്നില്ലേ, അത് 500 വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് ബേക്കൺ, ലോർഡ് ആക്ടൺ, ഫ്രാൻസിസ് ബേക്കൺ, നോളജ് ഈസ് പവർ, നോളജ് ഈസ് പവർ. അത് തെറ്റാണ്. ഒരിക്കലും നോളജ് പവർ ആകത്തില്ല. നമുക്ക് ഉദാഹരണമായിട്ട് കുളത്തിൽ ചാടി കൈയും കാലും വിട്ട് അടിച്ചാൽ നീന്താം എന്നതൊരു അറിവാണ്. പക്ഷെ അറിവ് മാത്രം വെച്ചുകൊണ്ട് കുളത്തിൽ ചാടിയാൽ മുങ്ങിച്ചത്തുപോകും. നോളജ് അല്ലെങ്കിൽ അറിവ് നമ്മുടെ ശക്തിയായി മാറണമെങ്കിൽ അത് അനുഭവത്തിൽ കൂടെ അത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി മാറണം. നമ്മൾ നീന്താൻ പഠിക്കാൻ ശ്രമിച്ച കാലം ഒന്ന് ഓർത്തിട്ടാൽ എങ്ങനെയാണ് നീന്തേണ്ടതെന്ന് അറിയാം, പക്ഷെ നീന്താൻ കഴിയില്ല. അതിനുവേണ്ടി ശ്രമിച്ച് ആ അറിവ് നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ മാത്രമേ നമുക്ക് നീന്താൻ സാധിക്കൂ. അല്ലെങ്കിൽ നാം മുങ്ങിത്താണ് പോകും. അത് തന്നെയാണ് യേശു പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവൻ മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനത്രേ പാറമേൽ വീട് പണിത ബുദ്ധിമാനോട് സദൃശം എന്ന് പറയും. അപ്പം നമ്മുടെ ഉള്ളിൽ ഇത് നമ്മുടേതായ ശക്തിയായി പരിണമിക്കണമെങ്കിൽ, രൂപാന്തരപ്പെടണമെങ്കിൽ, അറിവ് അനുഭവത്തിൽ കൂടെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ജ്ഞാനമായി പരിവർത്തിക്കണം, അല്ലെങ്കിൽ രൂപാന്തരപ്പെടണം. ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായ ആത്മീകമായ ആശയം യേശു പർവ്വതപ്രസംഗത്തിൻ്റെ അവസാന ഭാഗമായി അവതരിപ്പിക്കുക. പിന്നെ യേശു പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചാൽ, ജീവിതം നിങ്ങളെ പരീക്ഷിക്കും. ലൈഫ് വിൽ പുട്ട് യു ടു ദ ടെസ്റ്റ്. ഈ ലോകത്തിൽ എല്ലാവർക്കും കടന്നു പോകേണ്ട ചില വൈതരണികളുണ്ട്, ചില പ്രയാസഘട്ടങ്ങളുണ്ട്, ചില പരീക്ഷകളും പ്രയാസങ്ങളുമുണ്ട്, ചില തീച്ചൂളകളുണ്ട്. ആ സമയത്ത് നിങ്ങൾ തകർന്നു പോകണമോ? അല്ല, അതിനെ സധൈര്യം അഭിമുഖീകരിച്ച് അതിൽ കൂടെ കടന്നുപോയി കൂടുതൽ ശക്തിയും വെളിച്ചവും ഉള്ളവരായി അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ ആയിത്തീരാൻ താല്പര്യമുള്ളവർക്ക് പ്രയോജനമുള്ള കാര്യമാണ് യേശു പറയുന്നത്.
അല്ല ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ തോട്ടപ്പുഴു കടിച്ചു കിടക്കുന്ന പോലെ കിടക്കുന്നവർക്ക് ഇതിന് യാതൊരു അർത്ഥവും പ്രയോജനവുമില്ല. അപ്പോൾ ജീവിതം നമ്മെ പരീക്ഷിക്കും. ലൈഫ് വിൽ പുട്ട് അസ് ടു ദ ടെസ്റ്റ്. അന്നേരം നമുക്ക് ശക്തി ആവശ്യമാണ്. അപ്പോൾ നമുക്ക് പരിജ്ഞാനം, അറിവ് മാത്രം പോരാ, നമുക്ക് പരിജ്ഞാനം ആവശ്യമാണ്. അതില്ല എങ്കിൽ നാം തകർന്ന തരിപ്പണമായി. അതുകൊണ്ട് ജ്ഞാനമുള്ളവർ, വ്യക്തിത്വത്തിൽ ബലം പ്രാപിച്ചവർ പ്രയാസഘട്ടത്തിൽ കൂടെ കടന്ന് അവർ കൂടുതൽ ബലമുള്ളവരായി തീയിൽ ഉരുകി കൂടുതൽ ശുദ്ധി പ്രാപിച്ച തങ്കം പോലെ, ഗോൾഡ് പ്യൂരിഫൈഡ് ഇൻ ഫയർ 7 times എന്ന് പറയുന്നത് പോലെ അവർ കൂടുതൽ ശക്തിയും മേന്മയും പ്രാപിച്ചവരായി അതിനെ അതിജീവിക്കും. അല്ലാത്തവരോ ആ തീയിൽ കരിഞ്ഞു പോകും, പട്ടുപോകും. അത് യേശു പറയുന്നത് മണലിന്മേൽ വീണു പണിത നിത്യശൂര്യനായ മനുഷ്യനോട് സദൃശം. മഴ പെയ്തു, കാറ്റതിന്മേൽ അടിച്ചു, അത് വീണുപോയി. എൻ്റെ അടിസ്ഥാനം ബലഹീനമായിരുന്നു. ബലം ബലം ബലം. എന്താണ് ഈ ബലം എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആന്തരികമാണ്. നോക്ക്, അവന് അറിവുണ്ട് എന്ന് പറയുന്നു. അവന് ജ്ഞാനമുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. അവൻ ജ്ഞാനിയാണ് എന്നാണ് പറയുന്നത്. ഹി ഈസ് വൈസ്. ഹി ഹാസ് നോളജ്, ബട്ട് ഹി ഈസ് വൈസ്. ഹി ഹാസ് വിസ്ഡം എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതല്ല ശരി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അഭേദ്യ ഘടകമാണ്. അറിവ് അങ്ങനെയല്ല. അറിവ് നമ്മുടെ വ്യക്തിത്വമായിട്ട് വലിയ ബന്ധമില്ലാതെയാണ് എപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. For we have knowledge, but we are wise. Be wise. Go to the ant, thou sluggard, and be wise എന്നാണ് പറയുന്നത്. സദൃശവാക്യങ്ങൾ പ്രോവർബ്സിൽ പറയുന്നത്. ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിപ്പിൻ. Go to the ant, thou sluggard. അല്ലയോ മടി കൊണ്ട് കിടക്കുന്ന മനുഷ്യനെ, നീ ആ എറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുക. അപ്പോൾ go to the ant, thou sluggard, and be wise. Have wisdom എന്നല്ല പറയുന്നത്, be wise. അപ്പോൾ അത് വ്യക്തമാണ്. ഇനി ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് യേശുവിൻ്റെ മറ്റൊരു ഉപമ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഞാൻ മുമ്പ് പലതവണ പരാമർശിച്ചിട്ടുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലുള്ള ഗോതമ്പ് മണിയുടെ ഉപമ. അപ്പോൾ ഈ ഗോതമ്പ് മണി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ സാധ്യതകളെ ഉൾക്കൊള്ളുന്നു, പൊട്ടൻഷ്യൽ. ആ ഗോതമ്പ് മണി വിതയ്ക്കപ്പെടണം. ആ സാധ്യതകൾ കർഷകന് വിശ്വാസമുള്ളത് കൊണ്ട്, കർഷകനറിയാം അവൻ വിത്ത് വിതച്ചാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടി മുളയ്ക്കും, അത് വളരും, അതിൻ്റെ സമയത്ത് അത് വിളവ് നൽകും. അതവൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസമില്ലെങ്കിൽ കർഷകൻ ഒരിക്കലും വിത്ത് വിതയ്ക്കും. അപ്പോൾ ആ വിത്തിനകത്തെ സാധ്യതകൾ ഒന്ന് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വിത്ത് വിതയ്ക്കപ്പെടണം, അത് പൊട്ടി മുളയ്ക്കണം, വളരണം. അതുകൊണ്ട് വളർച്ചയിൽ കൂടെ മാത്രമേ ഒരു വിളവെടുപ്പ് ഉണ്ടാകുകയുള്ളൂ. അതിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ് വിത്ത് തനിയെ ഇരിക്കുന്നു. അതെന്തിനു സമം? കേട്ടു, പക്ഷെ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. അത് വിതയ്ക്കാതെ തനിയെ ഇരിക്കുന്ന ഗോതമ്പ് മണിക്ക് സദൃശമാണ്. അതിൽ നിന്ന് യാതൊരു പ്രയോജനവും ഗോതമ്പ് മണിക്കുമില്ല, മറ്റാർക്കുമില്ല. തികച്ചും ഫലശൂന്യമായ ഒരവസ്ഥയാണ്. അപ്പോൾ ഈ തനിയെ ഇരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, തനിയെ ഇരിക്കുന്നു പറഞ്ഞ അർത്ഥം എന്താണ്? അനുഭവ ദാരിദ്ര്യമാണ്. ഞാൻ കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങളുടെയും എൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ആത്മീയമായ അനുഭവരാഹിത്യമാണ്. പല കാര്യങ്ങൾ കേട്ട് അങ്ങനെ ചെവി തഴപ്പിച്ചിരിക്കുക. ആത്മീയമായി നമുക്ക് എന്തെങ്കിലും അനുഭവമുണ്ടോ? ഇല്ല. അത് നമ്മുടെ പട്ടിണിയാണ്. എന്തുകൊണ്ട് നമുക്ക് ആത്മീയമായ അനുഭവമില്ല? നാം ഈ വിതയ്ക്കപ്പെടാത്ത ഗോതമ്പ് മണിയെ പോലെ തനിയെ ഇരിക്കുകയാണ്. ഈ ലോകവുമായി യാതൊരു ബന്ധവുമില്ല. ഈ ലോകത്തെ സ്നേഹിക്കുന്ന, ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും കരുതുകയും പ്രവർത്തിക്കുകയും വേദന അനുഭവിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്ന കരുണയുള്ള ദൈവത്തിൻ്റെ ഹിതത്തെപ്പറ്റി നമുക്ക് യാതൊരു ബോധവുമില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനുഗ്രഹം
നൽകിയത്. പല സാഹചര്യങ്ങളിലും ഇടപെടാനുള്ള ആ ഒരു ഞാൻ അറിയാതെ എനിക്ക് ലഭിച്ച കൃപയാണ്. 30 വർഷത്തോളം ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ പോകുവാനും അതിനോട് ഇടപെടുവാനും പ്രതികരിക്കുവാനും ചിലയിടങ്ങളിലെങ്കിലും ചില വ്യത്യാസങ്ങൾ വരുത്തുവാനും ഒക്കെ ഇടയായി. ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും കരിച്ച് കൊന്നപ്പോൾ മനോഹർപൂരിൽ ഒരുപക്ഷെ ആദ്യം എത്തിയ ക്രിസ്ത്യാനി ഞാൻ തന്നെയാണ്. അതെൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ അനുഭവമാണ്. ഗുജറാത്ത് റയറ്റ് 2002 നടക്കുമ്പോൾ 5 ദിവസം ആ സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, ഗോദ്ര തൊട്ട് സബർമതി ആശ്രമം വരെ യാത്ര ചെയ്ത് ഇതെന്താണ് എന്ന് നേരിൽ കണ്ട് പലയിടത്തും ശാന്തി മാർച്ച്, പീസ് മാർച്ച് നടത്തി. അവിസ്മരണീയമായ അനുഭവങ്ങളാണ്. ആ അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ കൂടെ വചനത്തെ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് അനുഭവത്തിൽ കൂടെ കടന്നു പോകാത്തവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ അനുഭവത്തിലേക്ക് കടന്നു വരണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ മാർഗവുമായി, യേശുവിൻ്റെ മാർഗം എന്നല്ലേ പറയുന്നത്, അടുത്ത് ഇവിടെ മാർഗത്തിൽ കയറി കുത്തിയിരിക്കാനൊക്കെ, മതത്തിൽ കുത്തിയിരുന്നേ ഒക്കത്തുള്ളൂ, നടക്കാനൊക്കത്തുള്ളൂ. മാർഗത്തിൽ നടന്നേ ഒക്കത്തുള്ളൂ. ഞാൻ തന്നെ വഴി, ഞാനൊരു കസേരയാണെന്ന് യേശു പറഞ്ഞില്ല, ഞാൻ തന്നെ വഴിയാണ്. നടക്കണം. ആ പക്ഷപാത രോഗിയോടും അതല്ലേ പറഞ്ഞേ, നിന്റെ കിടക്കെഴുന്നേറ്റ് നടക്കുക. ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ആവശ്യം ഇതാണ്, എഴുന്നേറ്റ് നടക്ക്, നടക്ക്, നടക്ക്. ഈ ദുർമേധസ്സൊന്ന് മാറിക്കെട്ടിട്ടെ, എഴുന്നേറ്റ് നടക്ക്. നമുക്കറിയാം, 1 താലന്ത് കിട്ടിയ ദുഷ്ടനായ ഭൃത്യൻ എന്ത് ചെയ്തു? അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രതീകമായ താലന്തിനെ കൊണ്ട് കുഴിച്ചിട്ടു. അത് തന്നെയാണ് എത്രയോ വാചാലമായി സംസാരിക്കുന്ന ഒരു പ്രതീകമാണ് കുഴിച്ചിട്ടിരിക്കുന്ന താലന്ത്. നമ്മുടെ ജീവിതം തന്നെ ഒരു ശവക്കോട്ടയാണ്, എല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ആനുപാതികമായി നമുക്ക് നമ്മോട് തന്നെ ഒരു വിരക്തി തോന്നുന്ന അവസ്ഥയിലാണ്. അത് കടിച്ചു പിടിച്ച് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ച് എങ്ങനെയെങ്കിലും കാലം കഴിക്കാനുള്ള തത്രപ്പാടിലാണ്. പക്ഷെ പറഞ്ഞ് അങ്ങനെയല്ല, ഞാൻ വന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനുമാണ്. എങ്ങനെയാണ് വിതയ്ക്കപ്പെടാതെ തനിയെ ഇരിക്കുന്ന ഗോതമ്പ് മണിക്ക് സമൃദ്ധമായ ജീവനുണ്ടാകുക? വല്ല സാധ്യതയുണ്ട്. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നൊരു വിഷയമാണിത് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ഈ വിത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ആ ഉപമ വെച്ച് നോക്കുമ്പോൾ ഈ വിത്ത് ദൈവവചനമാണ്. ദൈവവചനത്തെപ്പറ്റി ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. ആശയമൊക്കെ എൻ്റെ മനസ്സിലൂടെ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതിനെ പറ്റി 2 സാധ്യതകളുണ്ട്. അതായത് വിത്തായ വചനത്തിന് 2 സാധ്യത. ഒന്ന്, വലിയ ഫലം പുറപ്പെടുവിക്കുക, ഒരു വലിയ കൊയ്ത്തുണ്ടാകും. 2, ശൂന്യമായിരിക്കില്ല, ഫലശൂന്യമായിരിക്കും. ആ ഫലശൂന്യമായിരിക്കുമ്പോൾ നല്ല പെയിൻ്റൊക്കെ അടിച്ച്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ള തേച്ച ശവക്കല്ലറുകളെ പോലെ ഇങ്ങനെ ശവക്കല്ലറയ്ക്കുള്ളിൽ സമ്പത്തുണ്ടാകത്തില്ലെന്ന് ഞാനായിട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ സംഘടിതമായ മതത്തിൽ, നോമിനൽ റിലിജിയൻ, ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട്. അതിതാണ് എന്ന് യേശു പറയുകയാണ്. എൻ്റെ ഒരു ഉദാഹരണം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് നിർത്താൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു യഹൂദന്മാരുടെ ഉത്സവം ആചരിക്കുന്നതിന് വേണ്ടി യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നാം പിന്നെ യേശുവിനെ കാണുന്നത് യെരുശലേം ദേവാലയത്തിന് അകത്തല്ല, അതിൽ നിന്ന് ഏതാണ്ട് 2 മൈൽ ദൂരെയുള്ള ബെത്സൈദ കുളക്കരയാണ്. എന്തുകൊണ്ടാണ്? കാര്യം എന്താണ്? യഹൂദ മതത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം, പട്ടിണി, പാപ്പരത്വം. ദേവാലയവും ബെത്സൈദ കുളവും തമ്മിലുള്ള ബന്ധം അറ്റുപോയി. ബെത്സൈദ കുളത്തിലാണ് മനുഷ്യന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ പ്രതിബിംബിക്കപ്പെടുന്നത്. അവിടെയാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപയും ഇടപെടലും കാത്ത് അരിഷ്ടതയിൽ കഴിഞ്ഞുപോകുന്നത്.
ഇവിടെ ദേവാലയത്തിൽ വലിയ ഉത്സവം നടക്കുകയാണ്. പക്ഷെ ആ ഉത്സവവും ആ ബെത്സേദ കുളക്കരയിൽ വേദന അനുഭവിച്ച പരാധീനതയിൽ കഴിയുന്ന ആ കമ്മ്യൂണിറ്റിയുമായി യാതൊരു ബന്ധവുമില്ല. അവിടെയാണ് ഉത്സവം. അവിടെ ഉത്സവം ഉണ്ടാകണം. ആ ദർശനം ഒരിക്കലും മതത്തിൻ്റെ ചക്രം തിരിക്കുന്നവർക്ക് പ്രാപിപ്പാൻ സാധ്യമല്ല. അത് യേശുവിന് മാത്രമേ വരികയുള്ളൂ. അത് യേശു അവിടെ ചെന്നിട്ടും 38 വർഷമായി സൗഖ്യം കാത്ത് കിടക്കുന്ന മനുഷ്യരോട് എന്താണ് പറയുന്നത്? നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോ, എഴുന്നേറ്റ് നടക്ക്. നീ ഇങ്ങനെ ആയിത്തീർന്നത് തന്നെ നിന്റെ അനുഭവരാഹിത്യമാണ്. നീ പല കാര്യങ്ങളും കേട്ട് 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 നിന്റെ ചെവി മുഴുവൻ തഴമ്പിച്ച് ഒരിക്കലും ഒരു കാര്യവും അനുഭവത്തിൽ കൊണ്ടുവരാതെ നീ ഇങ്ങനെ ആയിപ്പോയതാണ്. ആരും നിന്നെ ചുമന്ന് വെള്ളത്തിടാനില്ല. അതല്ല നിന്റെ പ്രശ്നം. അതുപോലെ നിന്റെ തെറ്റിദ്ധാരണയാണ്, നിന്റെ ഉള്ളിൻ്റെ പാപ്പരത്വം. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്. നിന്റെ ഉള്ളിൻ്റെ പാപ്പരത്വം മനസ്സിലാക്കുക. ഇന്ന് സുറിയാനി ക്രിസ്ത്യാനിക്ക് ഏറ്റവും അധികം ആവശ്യമായ കാര്യമാണ് ഉള്ളിലെ പാപ്പരത്വം മനസ്സിലാക്കുക, ഉള്ളിലെ നിഷേധാത്മക മനസ്സിലാക്കുക, ഉള്ളിലെ ആലസ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഏതാശയം കൊടുത്താലും യേശുവിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പന്നിയുടെ മുമ്പിൽ എറിയപ്പെട്ട മുത്തുകളെ പോലെ ആയിപ്പോകും. അപ്പോൾ അറിയുന്ന കാര്യം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്ന അനുഭവത്തിൽ കൂടെ പരിജ്ഞാനമായി രൂപാന്തരപ്പെടുത്തി വ്യക്തിത്വത്തെ ശക്തീകരിക്കാനുള്ളൊരു താല്പര്യമില്ലാത്ത ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ വചനങ്ങൾ വെറും ശബ്ദം മാത്രമാണ്. അതാണ് നാം യേശുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഹേളന എന്നതാണ് ഏലിയാവിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു തൻ്റെ പർവ്വതപ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ നൽകുന്ന ഈ ഊന്നൽ, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വ്യാപ്തി നമ്മുടേതായ വിധത്തിൽ, നമ്മുടേതായ അന്വേഷണത്തിൽ കൂടെ കൂടുതൽ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കുവാൻ ഏവരും കൂട്ടാക്കണമെന്ന്, അതിനുവേണ്ടി ഒരു വഴിയൊരുക്കൽ ശ്രമം മാത്രമാണ് ഞാൻ നടത്തിയത് എന്നും കൂടെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. എവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം.